ഹായ് മക്കളെ, ഫൈസൽ സാറാണ്. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയുമായിട്ട് വരാനുള്ള ഏറ്റവും വലിയ റീസൺ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഏറ്റവും കൂടുതൽ ഇൻസ്റ്റഗ്രാമിൽ വരുന്ന ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ, സാറേ ഈ പ്രാവശ്യം ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് സോഷ്യൽ സയൻസിൽ ഒഴിവാക്കുന്നത്? കാരണം മക്കൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ കഴിഞ്ഞ എല്ലാ വർഷങ്ങളിലും ശരിക്കും എന്തായാലും ഒരു 4-6 ചാപ്റ്റേഴ്സുകളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, സോഷ്യൽ സയൻസിൽ ഒഴിവാക്കാറുണ്ട്. അതൊരു ജനുവരിയിൽ അതിൻ്റെ ഡീറ്റെയിൽസ് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം ഏതൊക്കെയാണ് ചാപ്റ്റേഴ്സ് സാറാ ഒഴിവാക്കുന്നത്? അപ്പോൾ ആ ചാപ്റ്റേഴ്സ് ഞങ്ങൾ പഠിക്കണ്ടല്ലോ, അതിലേക്ക് ഞങ്ങൾ ഫോക്കസ് ചെയ്യണ്ടല്ലോ, അത് ഞങ്ങൾക്ക് ഒന്നും കൂടെ പരീക്ഷകളൊക്കെ സിമ്പിളാക്കിയിട്ട് പഠിക്കാൻ പറ്റുമല്ലോ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, ഈ വർഷത്തെ ഇതുവരെയുള്ള അപ്ഡേറ്റ് പ്രകാരം ഒരൊറ്റ ചാപ്റ്റർ പോലും ഒഴിവാക്കിയിട്ടില്ല എന്ന കൺഫർമേഷൻ മക്കൾ മനസ്സിലാക്കി വെക്കുക. ഇതുവരെ അതിൻ്റെ ഒരു അപ്ഡേഷനും വന്നിട്ടില്ല, അതിൻ്റെ ഒരു ഡീറ്റെയിൽസും വന്നിട്ടില്ല. സോ അതുകൊണ്ട് നിങ്ങൾ അതിനെ പ്രതീക്ഷിച്ചിട്ട് 17 ചാപ്റ്ററുകൾ പഠിക്കാതെ നിൽക്കണ്ട. എല്ലാ ചാപ്റ്ററിനെയും കൃത്യമായി ഫോക്കസ് ചെയ്ത് നന്നായിട്ട് ഇരുന്നിട്ട് വായിച്ച് പഠിച്ചേക്കാം. അല്ലാതെ വന്നിട്ട് പഠിക്കാം. നമ്മൾ സാധാരണ ഉണ്ടായിരുന്നല്ലോ, ഇപ്പം ന്യൂ ഇയർ കഴിയുന്നവരെ ന്യൂ ഇയർ ആവട്ടെ നന്നാവാം, ക്രിസ്മസ് പരീക്ഷ കഴിയട്ടെ നന്നാവാം, പേപ്പർ കിട്ടട്ടെ നന്നാവാം, പാരൻസ് മീറ്റിംഗ് കഴിയട്ടെ നന്നാവാം. ഇപ്പോൾ ഏറ്റവും അവസാനത്തെ പരിപാടി ഏതാ അറിയോ? സോഷ്യൽ സയൻസിൻ്റെ കാര്യത്തിൽ ഓപ്ഷണൽ ചാപ്റ്റർ വരട്ടെ എന്നിട്ട് നന്നാവാന്നുള്ള. ഇനി കുറച്ചും കൂടെ കഴിഞ്ഞാൽ മോഡൽ എക്സാം കഴിയട്ടെ നന്നാവാം, മോഡൽ എക്സാമിൻ്റെ പേപ്പർ കിട്ടട്ടെ നന്നാവാം. അത് കിട്ടുമ്പോഴേക്ക് റിസൾട്ട് നമ്മുടെ SLC കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ടാവും. സോ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ആവശ്യമില്ലാതെ ചിന്തിച്ചിട്ട് നിങ്ങൾ നിൽക്കണ്ട. നിങ്ങൾ നന്നായിട്ട് ഫോക്കസ് ചെയ്തേക്കാം. ഇനിയുള്ള ഓരോ ദിവസവും കൃത്യമായിട്ട് നിങ്ങളെ മോണിറ്റർ ചെയ്യേക്കണം. ഇത്രയും ദിവസം പാരൻസ് നിങ്ങളോട് പഠിക്കാൻ പറയുന്നുണ്ടായിരിക്കും, സ്കൂളിലെ ടീച്ചേഴ്സ് നിങ്ങളോട് പഠിക്കാൻ പറയുന്നുണ്ടായിരിക്കും, ഞങ്ങൾ നിങ്ങളോട് പഠിക്കാൻ പറയുന്നുണ്ടായിരിക്കും. അതൊക്കെ പറയുമ്പോൾ മക്കൾ പലതും നിങ്ങൾ ആലോചിച്ച് കഴിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇനിയുള്ള നിങ്ങളുടെ മൊമെൻറ്റുകൾ, ഇനിയുള്ള നിങ്ങളുടെ ലൈഫിനെ ഫിക്സ് ചെയ്യുന്ന ആളുകൾ നിങ്ങളാണ്. ഇനി A+ വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ട ആളുകൾ നിങ്ങൾ തന്നെയാണ്. സോ അതുകൊണ്ട് ഓരോ ദിവസവും രാവിലെ എണീക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെയുള്ള നിങ്ങളുടെ ഓരോ മൊമെൻറ്റുകളും പഠിക്കുന്നതിന് വേണ്ടി കൃത്യമായിട്ട് യൂസ് ചെയ്തേക്കണം. അല്ലെങ്കിൽ നിങ്ങൾ സങ്കടപ്പെടും മക്കളെ. സോ അതുകൊണ്ട് ഞാൻ ആദ്യമേ ഒരു കാര്യം നിങ്ങൾക്ക് എന്ത് ചെയ്യാം സൂചിപ്പിച്ചിട്ട് ഞാൻ അപ്പോഴേ പറഞ്ഞുതരാണ്. ഓരോ ചാപ്റ്ററിനെയും 17 ചാപ്റ്ററിനെയും കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് പഠിച്ചേക്കുക. പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും ബെനിഫിഷ്യലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് സമഗ്ര നമുക്ക് ഇറക്കിയിട്ടുള്ള സമ്മേറ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സുകളൊക്കെ ഉണ്ട്. സോ ആ സമ്മേറ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാ സബ്ജക്റ്റുകൾക്കും ഇറക്കിയിട്ടുണ്ട്. മലയാളം മീഡിയം, ഇംഗ്ലീഷ് മീഡിയം ഉണ്ട്. സോ ആ സമ്മേറ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ നോക്കിയിട്ട് അതിലെ വെയിറ്റേജുകളും ഇമ്പോർട്ടൻസുകളും നോക്കിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തേക്കുക. ഒരിക്കലും SLC എക്സാമിനോ മോഡൽ എക്സാമിനേഷനോ ഈസി ആയൊരു ക്വസ്റ്റ്യൻ പേപ്പർ പ്രതീക്ഷിക്കേണ്ട. നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും SLC ആവുന്ന സമയത്ത് എന്ത് ചെയ്യും, ഒന്നും കൂടെ സിമ്പിളായ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ തരുന്നില്ല. അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ആരും പറഞ്ഞിട്ടില്ല. ഇത്രയും കാലമായിട്ട് വന്നിട്ടുള്ള, ഈ വർഷം വന്നിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും അത്യാവശ്യം ടഫായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറാണ്. സോ അതുകൊണ്ട് ആ ഒരു പാറ്റേണിനെ തന്നെ ആയിരിക്കും ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കുക. നമ്മൾ നന്നായിട്ട് പഠിക്കുക, നമ്മൾ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടി സൈലം നിങ്ങളുടെ കൂടെ എപ്പോഴും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ടായിരിക്കും. ഞങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ടായിരിക്കും. നമ്മുടെ സൈലത്തിൻ്റെ എൻഗെയിം ബാച്ചൊക്കെ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അതിൻ്റെ ഓരോ ക്ലാസ്സുകളും ഓരോ ചാപ്റ്റേഴ്സുകളും തുടങ്ങിയിട്ടുള്ളൂ. ഇനിയും നന്നാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യണ്ട. ഇപ്പോൾ തന്നെ അഡ്മിഷൻ എടുക്കാത്ത എല്ലാവരും എൻഗെയിം ബാച്ചിലേക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് അഡ്മിഷൻ എടുത്തേക്കുക. താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചിട്ട് വേഗം തന്നെ ജോയിൻ ചെയ്തോ. കൂടെ തന്നെ ഒരു കാര്യം കൂടെ പറയുകയാണ്, PTA മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ കുറേ സങ്കടങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരിക്കും. നമ്മളൊരു എത്രയൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും മാർക്ക് കുറഞ്ഞിട്ടേ ഉണ്ടായിരിക്കുള്ളൂ. ആ സങ്കടങ്ങളെ മറക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. മനസ്സിൽ വെച്ചോ. നിങ്ങൾക്ക് വന്നിട്ടുള്ള സങ്കടങ്ങളെയും, നിങ്ങൾക്ക് വന്ന ടെൻഷനുകളെയും, നിങ്ങൾക്ക് വന്ന പ്രഷറുകളെയും എല്ലാം മനസ്സിൽ വെച്ചോ. ഇനി മറക്കാനുള്ള സമയമൊന്നുമില്ല. എന്നിട്ട് അതിനെ മോട്ടിവേഷൻ ആക്കിയിട്ട് എടുത്തിട്ട് പഠിച്ചോ കേട്ടോ. സോ നന്നായിട്ട് പഠിക്കുക. ഓപ്ഷണൽ ചാപ്റ്റേഴ്സുകളൊക്കെ വരികയാണെങ്കിൽ അപ്പം നിങ്ങൾക്ക് ഇൻഫർമേഷൻ തരുന്നുണ്ട്. ഇപ്പം എന്തായാലും അതിനെക്കുറിച്ച് ആവശ്യമില്ലാതെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. സോ ടാറ്റാ ബൈ കേട്ടോ.